കേരളത്തിലെ ഒരു അറിയപ്പെട്ട മതപ്രഭാഷകൻ, കർണാടക സംസ്ഥാനത്തിലെ കൊടക് ജില്ലയിൽ നിന്നും ഒരു പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കാറിൽ. ഏകദേശം വയനാടൊക്കെ കഴിഞ്ഞു കോഴിക്കോട് ജില്ലയിലേക്ക് വാഹനത്തിലിരിക്കുന്ന മതപ്രഭാഷകനും എത്തിയിട്ടുണ്ട്. ആ ദിവസമായിരുന്നു 2023 വേൾഡ് കപ്പിൽ, 2024 വേൾഡ് കപ്പിൽ അർജന്റീന കിരീടം ചൂടിയ ദിവസമായിരുന്നു അന്ന് രാത്രി. റോഡ് നിറയെ വളരെ വലിയ തോതിൽ ബ്ലോക്ക് അനുഭവപ്പെടുന്നു. അർജന്റീന ഫാൻസ് ഒന്നാകെ റോഡ് നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് നിങ്ങളുടെ വാഹനം അവിടെ എത്തുന്നത്. ആവേശത്തിന്റെ തിമർപ്പിൽ പല ഫാൻസും നിങ്ങളുടെ വാഹനത്തെ കൈകൊണ്ട് അടിക്കുകയും എന്തൊക്കെയോ വിളിച്ചു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിരന്തരമായി വാഹനത്തിന്റെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ സമയത്ത് അവിടെ നിങ്ങളുടെ ഇടപെടൽ, പ്രതികരണം എന്തായിരിക്കും? കോലട്ടർ ബി പറയ്. നമ്മള് റോട്ടിൽ ഒരാളെ ഇന്ന് വിളിക്കും, എന്നിട്ട് അതിലുള്ള ആള് വിളിച്ചോണ്ട് നമ്മൾ പറയും, ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു സ്ഥലം വരെ പോകാണ്ട്, നിങ്ങൾ അതിനുള്ള ഒരു സഹായം എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തു തരണം. നിങ്ങൾ ഈ അർജന്റീന നിങ്ങൾ കപ്പടിച്ച ഈ ഒരു ആഹ്ലാദം നിങ്ങൾക്കുണ്ട്, എന്നാലും ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് വരെ എത്തേണ്ടതുണ്ട്. അപ്പം അതിന് നിങ്ങളെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒരു സഹായം പറഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങൾക്കുള്ള റോഡ് ബ്ലോക്ക് ഒന്ന് മാറ്റി തന്നുകൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ഞങ്ങളെ സഹകരിക്കണം എന്ന് നമ്മൾ അവരോട് പറയും. അപ്പം പിന്നെ ഓലോട് എന്ത് ചെയ്യും, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും, ഞങ്ങൾ ഇങ്ങനെ ദൂരത്തുനിന്ന് വന്നതാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പെട്ടെന്ന് എത്തേണ്ടതുണ്ട്, നിങ്ങളെന്തേലും മാറ്റിത്തരണം എന്ന് പറഞ്ഞു. ദാറുൽ മാരിഫിലെ പഠനത്തിന് ശേഷം ഉപരിപഠനത്തിന് വേണ്ടി കേന്ദ്ര യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുകയും ഇന്ത്യയിലെ തന്നെ പ്രമുഖ യൂണിവേഴ്സിറ്റിയായ JNUവിലേക്ക് കടന്നു ചെല്ലുന്ന നിങ്ങളെ പാർട്ടി മെമ്പറാക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികളും നിങ്ങളെ വരുതിയിൽ വരുത്താൻ പരമാവധി ശ്രമിക്കുന്ന സമയം ഒരു പെൺകുട്ടി വന്നുകൊണ്ട് നിങ്ങൾക്ക് ഷെയ്ക്ക് ഹാൻഡ് നൽകുകയാണ്. ഈ സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കും? ലെറ്റർ ഡി. ഞാൻ അവിടേക്ക് ആദ്യമായിട്ടാണ് കടന്നു ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ചുറ്റുപാടുകൾ, അവിടുത്തെ ആളുകളുടെ സഹകരണങ്ങൾ, അതിലുപരി അവിടുത്തെ പാർട്ടിയുടെ മുന്നോട്ടുള്ള കുതിപ്പ് നയിക്കുന്ന ആളുകളെയും എല്ലാവരെയും ഒന്ന് കണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് പഠിച്ച് അതെല്ലാം മനസ്സിലാക്കി അവിടുത്തെ ഗതികളും, അതിലുപരി അവിടെ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി, ആരുടെ കയ്യിലാണ് മുന്നോട്ട് പോകുന്നത്, ആരാണ് അവിടെ ഭരണം നടത്തുന്നത് എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് ആ ഒരു സംരംഭം
ആ ഒരു കാര്യം എങ്ങനെയാണ് മറ്റുള്ളവരെല്ലാം എന്നിൽ നിന്ന് കണ്ടെടുക്കുക എന്നുള്ളതും ചിന്തിച്ചുകൊണ്ട്, ഞാനൊരു മുത്തഅല്ലിമാണ് അതും ചിന്തിച്ചുകൊണ്ട്, മാത്രമല്ല നമ്മുടെ ഉസ്താദുമാര് നമ്മുടെ കോളേജിൽ നിന്ന് പഠിച്ചത് എല്ലാം ചിന്തിച്ചും അത് മനസ്സിലാക്കി എങ്ങനെയാണ് അവിടെ ഞാൻ അവരോട് സംബന്ധിക്കേണ്ടതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നേരിടുകയും അതിനെ ഒരു നല്ല രീതിയിൽ അവരോട് സംസാരിക്കുകയും ചെയ്യുകയും ചെയ്ത് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് ഞാൻ അവിടെ ചിന്തിക്കും. ദാറുൽ മാരിഫിലെ പഠനം കഴിഞ്ഞ് കേരളത്തിലെ ശ്രദ്ധേയമായൊരു പള്ളിയിൽ ഖത്തീബായി ജോലി ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും ചെലവ് വീട്ടിൽ നിന്നുള്ള ഭക്ഷണമാണ് ലഭിക്കാറുള്ളത്. ഒരു ദിവസം ചെലവ് കൂടി ഉണ്ടായില്ല. അവര് തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ആ ഹോട്ടലിലേക്ക് പോകുന്ന സമയം ഒരു വീട്ടിൽ നിന്നും ഒരു സ്ത്രീയുടെ വളരെ വലിയ തരത്തിലുള്ളൊരു കരച്ചിൽ കേൾക്കുന്നു. ഹോട്ടൽ എത്താൻ അടുക്കുന്ന സമയം വരെ ഈ കരച്ചിലിന്റെ ശബ്ദം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ ആ വീട്ടിലുള്ള ആ പെണ്ണിന്റെ ഭർത്താവ് അവളെ മദ്യപിച്ചു വന്ന് അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത്. സമയം രാത്രിയാണ്. ചുറ്റുഭാഗത്തൊക്കെ വീടുകൾ വളരെ കുറവാണ്. എങ്ങനെയാണ് ആ രംഗം നിങ്ങൾ ക്ലിയർ ചെയ്യുക? കോഡ് ലെറ്റർ ആദ്യമായി ഞാനിപ്പോ അവിടെ അടുത്താരെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. എന്നിട്ട് അവരെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് പോവുകയും ആ സഹോദരനോട്, സഹോദര, ഇത് നിങ്ങളുടെ ഭാര്യയല്ലേ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും നിങ്ങൾക്ക് ഭക്ഷണവും ഇതെല്ലാം വെച്ച് നിങ്ങളുടെ ഭാര്യയല്ലേ, നിങ്ങളിങ്ങനെ മദ്യപിച്ചിട്ട് നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ വന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ? നിങ്ങളുടെ മക്കളെയെല്ലാം നോക്കുന്നതും നിങ്ങളുടെ വസ്ത്രം കഴുകി തരുന്നതും അതേപോലെ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഭാര്യയല്ലേ, അപ്പം ഈ ഭാര്യ നിങ്ങൾ അങ്ങനെ ഇതാക്കാൻ പാടുണ്ടോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവിടുന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. പിന്നീട് അടുത്ത നടപടിയായിട്ട് എന്നിട്ടും അതിൽ നിൽക്കുന്നില്ല എങ്കിൽ പിന്നീട് നമ്മൾ പോലീസോ അങ്ങനെയുള്ള മറ്റുള്ള സഹായങ്ങൾ തേടുകയും ചെയ്യും. കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പ്രബന്ധരചന മത്സരം സംഘടിപ്പിക്കപ്പെടുന്നു. അതിന്റെ വിഷയം മനുഷ്യൻ അല്ലെങ്കിൽ മാനുഷിക മൂല്യങ്ങൾ എന്ന വിഷയമാണ്. ആ മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ച് നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ നിങ്ങൾക്ക് നാട്ടിൽ സുപരിചിതനായിട്ടുള്ള റഷീദ് എന്നൊരു വ്യക്തിയെ കണ്ടുമുട്ടുകയാണ്. അദ്ദേഹത്തിന് 2 പെൺമക്കളായിട്ടുണ്ടായിരുന്നത് അവരെ വിവാഹം ചെയ്തയച്ചു. ഭാര്യ ഉണ്ടായിരുന്നു, ക്യാൻസറായി മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടതും അദ്ദേഹത്തിന്റെ 2 പെൺകുട്ടികളും നിങ്ങളോടൊപ്പം പഠിച്ചവരാണ്. ഇവർ വിവാഹം ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്കറിയാം. അങ്ങനെ നാട്ടിലെത്തുന്ന സമയത്ത് നിങ്ങളെ കയ്യിൽ സമ്മാനം ലഭിച്ച മൊമെന്റോ ഉണ്ട്. നിങ്ങൾ എഴുതി വിജയിച്ചു വരുന്ന വിഷയം മനുഷ്യൻ എന്നതാണ്. വരുന്ന സമയത്ത് റഷീദക്ക നിങ്ങളെ വെള്ളവസ്ത്രത്തിലാണ് കാണുന്നത്. സന്തോഷത്തോടു കൂടെ മുപ്പര് കൂടുതലായിട്ടൊന്നും സംസാരിക്കാറൊന്നുമില്ല. കാണുന്ന സമയത്ത് നമുക്കറിയാം അദ്ദേഹം ഭാര്യ മരണപ്പെട്ടൊരു പുരുഷൻ എന്ന അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ സാധാരണഗതിയിൽ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകൾക്ക് സമൂഹത്തിൻ്റെതായിട്ടുള്ള പരിഗണന, പരിചരണം, കുടുംബത്തിന്റെ സ്വാതന്ത്ര്യമൊക്കെ ലഭിക്കും. നേരെ മറിച്ച് ഒരു ഭാര്യ മരണപ്പെട്ട പുരുഷൻ എന്നതൊരു ഭീകരമായുള്ളൊരു അന്തരീക്ഷമാണ്. അങ്ങനെ നിൽക്കുന്ന അദ്ദേഹം ബസ് സ്റ്റോപ്പിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ കാണുന്ന സമയത്ത് അയാൾ ഒറ്റൊരു സംസാരം, ഒരു വാക്കാണ്, മോനെ ഞാൻ എന്റെ മോനെ എന്ന് നിങ്ങളൊന്ന് വിളിച്ചോട്ടെ എന്ന് മാത്രം ചോദിക്കുന്നു. അദ്ദേഹത്തിന്റെ സർവ്വ വികാരങ്ങളും അതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നിങ്ങൾ വിജയിച്ചു വരുന്നത് മനുഷ്യൻ എന്ന പ്രബന്ധരചന കഴിഞ്ഞിട്ടാണ് വെള്ളവസ്ത്രത്തിൽ നിൽക്കുന്ന ഒരാളാണ്. എങ്ങനെയാണ് റഷീദ് കയോട് വൈകാരികമായിട്ട് നിങ്ങൾ സംസാരിച്ച് മറുപടി കൊടുക്കുക? കോൾ ലെറ്റർ ഇ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് റാഹത്തായി. നമ്മളെ നിങ്ങളെ അന്ന് ഇന്നും എന്നും ഒരു ഉപ്പായിട്ട് തന്നെ കണ്ടത്, ഇനി എന്നും അങ്ങനെ തന്നെ കാണുള്ളൂ. നിങ്ങളെ ഒറ്റപ്പെട്ടെന്നുള്ള ഫീലൊന്നും നിങ്ങൾക്ക് ഉണ്ടാവരുത്. നമ്മളെല്ലാരും നിങ്ങളെപ്പോൾ തന്നെ അല്ലേ.
ദുന്യാവാകുമ്പോ നമുക്കെല്ലാവർക്കും അറിയാം എല്ലാവരും എന്ന് നമ്മളൊപ്പം ഉണ്ടാവില്ല എന്നുള്ളത്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിങ്ങളൊക്കെ ഇവിടുന്ന് പോവാനുള്ളതാണ്. അപ്പോ ഇതൊന്നും നമ്മളെ ജീവിതത്തെ ബാധിക്കരുത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് 2 പെൺമക്കളുണ്ടല്ലോ, ആ മക്കളെ നിങ്ങള് നല്ല രീതിക്ക് വളർത്തണം. ഇൻഷാ അല്ലാഹ് ഓലൊക്കെ നല്ല കഴിവുള്ളവരാണ്. എന്റെ ഒപ്പം പഠിച്ചാണല്ലോ, എനിക്ക് ഓലൊക്കെ നല്ല അറിയാം. ഇവർക്കൊക്കെ നല്ല കഴിവുള്ളതാണ്. ഓലൊക്കെ നിങ്ങളെ ഇസ്ലാം മതത്തിനെ പറ്റിയും അതുപോലെ തന്നെ ഭൗതികപരമായിട്ടൊക്കെ നിങ്ങൾ നല്ല പഠിപ്പിക്കണം. നിങ്ങൾക്കൊക്കെ എന്തുണ്ടെങ്കിലും നമ്മളെ കുടുംബവും നമ്മളെ ചങ്ങായിമാരൊക്കെ നിങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. നിങ്ങളൊന്ന് ബേജാറാവണ്ട. നിങ്ങൾ ആ വിളി ഉണ്ടല്ലോ മോനെ എന്നുള്ള, അതിന്റെ നെഞ്ചിക്ക് വല്ലാണ്ട് കൊണ്ടു. അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ് എന്നും നിങ്ങളെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ഞാന് ഒരു വലിയ പ്രോഗ്രാം കഴിഞ്ഞ് വരികയാണ്. അതെ, പല ആൾക്കാരെന്നെ കണ്ടെങ്കിലും ഇങ്ങനെ എന്നോട് വൈകാരികമായിട്ട് സംസാരിച്ചില്ല. പക്ഷേ നിങ്ങളെ പറഞ്ഞപ്പോ, നിങ്ങളെ ഉള്ളിന്ന് പറഞ്ഞപ്പോ അത് വല്ലാതെ എനിക്ക് ഫീലായി. അൽഹംദുലില്ലാഹ് നമുക്ക് ഇനിയും കാണാം. ദാറുൽ മാരിഫിലെ സ്ഥാപനത്തിൻ്റെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. സ്വാഭാവികമായി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ലീവ് 4 ദിവസം കിട്ടി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നാട്ടിലേക്ക് പോകുന്നു. ഒരു ദിവസം വ്യാഴാഴ്ച മഗ്രിബ് ജമാഅത്തിന് നാട്ടിലെ പള്ളിയിൽ നിങ്ങൾ നേതൃത്വം കൊടുക്കുന്നു. മഗ്രിബ് ജമാഅത്തിന് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്തഹിയാത്തിന്റെ സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണ് ബെല്ലടിക്കുന്നു. അത് നിങ്ങൾ സൈലന്റ് ആക്കാൻ മറന്നു. മൊബൈൽ ഫോണ് ബെല്ലടിക്കുന്നു. പള്ളിയുടെ 1-ാമത്തെ സഫിൽ പള്ളിയുടെ സെക്രട്ടറി മറ്റു ബന്ധപ്പെട്ട കമ്മിറ്റിക്കാരൊക്കെ ഉണ്ട്. നിസ്കാരം കഴിഞ്ഞ ശേഷം കമ്മിറ്റി സെക്രട്ടറി നിങ്ങളെ വളരെ രൂക്ഷമായി നോക്കുകയും ആ പൊതു സദസ്സിൽ വെച്ച് നിങ്ങളോട് വളരെ മോശമായ രൂപത്തിൽ പെരുമാറുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം വെള്ളിയാഴ്ച മഗ്രിബ് ജമാഅത്തിന് നിങ്ങൾ വീണ്ടും ഇമാമായി നേതൃത്വം കൊടുക്കുന്നു. പക്ഷേ അന്ന് മൊബൈൽ ബെല്ലടിച്ചത് പള്ളി സെക്രട്ടറിയുടേതാണ്. നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? കോൾ ലെറ്റർ എഫ്. ഞാൻ സെക്രട്ടറിയെ കണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടെ ഒരു ഭാഗത്തേക്ക് ഒഴിച്ചു കൊണ്ടുപോകും. എന്നിട്ട് അദ്ദേഹത്തോട് പറയും, നമ്മുടെ മറവി കാരണമോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള അത്യാവശ്യം കാരണമായിരിക്കും നമ്മളുടെ ശ്രദ്ധ മറന്നുകൊണ്ടായിരിക്കും നാം ഫോണോ അല്ലെങ്കിൽ മറ്റുള്ളതോ സൈലന്റ് ആക്കാൻ മറക്കുക. അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഒരാളെയും രൂക്ഷമായോ അല്ലെങ്കിൽ അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യും വിധം ഒരാളെയും നമ്മൾ സങ്കടപ്പെടുത്തരുത്. മറിച്ച് അവരോട് അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ അവരെ ഉപദേശിക്കുകയും വളരെ സൗമ്യത്തോടുകൂടെയും അതിലുപരി അവരുടെ അഭിമാനം മാനിച്ചുകൊണ്ട് അവരെ നല്ല രൂപത്തിൽ കെയർ ചെയ്തുകൊണ്ട് അവരോട് സംസാരിക്കുകയും ചെയ്യണം. എനിക്ക് വിഷയമില്ല. പക്ഷേ ദാറുൽ മാരിഫിന്റെ ഓഫ് ക്യാമ്പസായ ബീഹാറിലെ മഹർ അലിഷ എഡ്യൂക്കേഷൻ അക്കാദമി സന്ദർശിക്കുന്നതിന് വേണ്ടി നോർത്തിലേക്ക് ഉത്തരേന്ത്യയിലേക്ക് യാത്ര ചെയ്യുകയാണ് നിങ്ങൾ. യാത്രയിൽ നിങ്ങൾ സാധാരണ ധരിക്കാറുള്ള വെള്ള വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. തൊപ്പി ധരിച്ചിട്ടുണ്ട്, നല്ല കന്തൂറ ധരിച്ചിട്ടുണ്ട്. യാത്രാ മധ്യേ നിങ്ങളുടെ ട്രാവൽ മേറ്റ് കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ അദ്ദേഹം രോഷാകുലനാവുകയും അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള വർഗീയ ചിന്ത പുറത്തു ചാടുകയും അകാരണമായി നിങ്ങളോട് ജയ് ശ്രീറാം വിളിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെ നേരിടും? ലെറ്റർ സി. അസ്സലാമു അലൈക്കും. എന്നോട് ജയ് ശ്രീറാം വിളിക്കാൻ പറയുന്ന സമയത്ത് ഞാൻ മൂപ്പരൊന്ന് മുഖത്ത് നോക്കിയിട്ട്, നിങ്ങളിപ്പോൾ എന്ത് വിളിച്ചാലിപ്പോൾ ഞാനൊരു 8 ദർസ് പഠിച്ചൊരു മൂലരാണ്. നമ്മളിപ്പോൾ നിങ്ങളെ അടിത്തറ മുതൽ ഇപ്പോൾ അവസാനം വരെ നമുക്കറിയാം. നിങ്ങളിപ്പോൾ എന്തൊക്കെ കാട്ടുന്നതും കൂട്ടുന്നതൊക്കെ 10 വർഷമായിട്ടിപ്പോൾ നിങ്ങളെ കയ്യിൽ തന്നെയാണ്
കയ്യിലുള്ളതൊക്കെയാണ് ആരെങ്കിലും ഇപ്പോൾ എന്ത് ചെയ്താലും നമ്മളെ പൂർവികരൊക്കെ കൂടുതലായിട്ടും 90% ഇങ്ങനത്തെ പോലെ ഓരോരുത്തർ വെല്ലുവിളിച്ചിട്ടും ഇസ്ലാമിൻ്റെ ഷഹാദത്ത് കലിമ ഉച്ചരിക്കാതല്ലാതെ അവർ മരിച്ചു പോയിട്ടില്ല. അവരെ വളരെയധികം ഉപദ്രവിച്ചിട്ടും നിങ്ങളുടെ മതത്തിലെ പേര് വിളിച്ചിട്ട് അവർ മരണത്തിന് കീഴായിട്ടില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഇനി എന്ത് ചെയ്താലും, ഞാനിപ്പോൾ നിങ്ങൾ എന്തിപ്പോൾ ട്രെയിനിൽ പുറത്തിറക്കിയാലും അത് വലിച്ചെറിഞ്ഞാലും അതിൻ്റെ ഷഹാദത്ത് കലിമ എന്ന ഉച്ചരവാക്കുണ്ട്. ആ വാക്ക് ഉച്ചരിച്ച് തന്നെയാണ് ഇനിയിപ്പോൾ നിങ്ങൾ എന്നെ ഉപദ്രവിക്കുകയാണെങ്കിലും കൊല്ലുകയാണെങ്കിലും ഇപ്പോൾ ഞാൻ അത് നിങ്ങൾ പറഞ്ഞ വാക്ക് ഞാൻ സംസാരിക്കാതെ എൻ്റെ അടിസ്ഥാനമായി ഞാൻ വാക്ക് തന്നെ ഉച്ചരിക്കും. കഴിഞ്ഞ ദിവസം അംബേദ്കറിനെ തള്ളി പറയുകയും അംബേദ്കർ എന്ന വാക്കിന് പകരം ദൈവത്തിനെ ഓർത്തിരുന്നെങ്കിൽ അത് എത്രയോ പുണ്യമായിരിക്കുമെന്ന് പറയപ്പെടുകയും ചെയ്തൊരു വിഭാഗത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ഈ രാജ്യം വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളെ, സംസ്കാരങ്ങളെയൊക്കെ എപ്പോഴും വഹിക്കുകയും അതിൻ്റെയൊക്കെ മൂല്യങ്ങളെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ്. 1946 നവംബറിൻ്റെ ആ ഒരു സമയത്താണ് ഒന്നാമത്തെ ഭരണഘടനാ ബില്ല് അല്ലെങ്കിൽ വട്ടമേശ സമ്മേളനങ്ങൾ കൂടുന്നതും. ആ ഒരു സമയത്ത് ആമുഖം രൂപീകരിക്കുന്ന സമയത്ത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചർച്ച കടന്നു വരുന്നുണ്ട്. ദൈവത്തിൻ്റെ പേരിലായിരിക്കണം ആമുഖം കൊണ്ടുവരേണ്ടത് എന്നുള്ളൊരു ചർച്ച വരികയും അതിനെ വോട്ടിനിട്ട് തോൽപ്പിക്കുകയും ചെയ്തൊരു ചരിത്രം നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ കാണാൻ കഴിയും. ആ ഒരു വട്ടമേശ സമ്മേളനത്തിൽ നമ്മൾ ഒരു പ്രതിനിധിയായി, ഒരു മുസ്ലിം പ്രതിനിധിയായിട്ടുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായിരുന്ന ഒരു ആശയം മതപരമായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് ഇന്ത്യൻ ഭരണം കൊണ്ടുവരണം എന്ന് പറയുന്നതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ആ വട്ടമേശ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ മതപരമായിട്ടുള്ള ആവശ്യകതകളെ മുൻനിർത്തി ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകളെ ഒരു മതരാഷ്ട്രം രൂപീകരിക്കുന്നതിനപ്പുറത്ത് ഒരു ജനകീയ താല്പര്യത്തിനാണ് പ്രാധാന്യം നൽകുന്നത് എങ്ങനെയായിരിക്കും ആ ഒരു സദസ്സിൽ, ആ വട്ടമേശ സമ്മേളനത്തിൽ അംബേദ്കർ അടങ്ങുന്ന ആ ഒരു സഭയുടെ മുൻപിൽ നമ്മൾ അവതരിപ്പിക്കുമായിരുന്നത്? കോൾ ലെറ്റർ ബി. നമ്മുടെ ഇവിടെ ഈ ഇത് ഒരുമിച്ച് കൂടിയത് നമ്മൾ ഒരു നമ്മുടെ ഇസ്ലാമിൻ്റെ രാഷ്ട്രത്തിൽ എടുത്ത് നോക്കുമ്പോൾ ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ രാജ്യത്ത് നമ്മൾ ഒരു ഇസ്ലാമിൻ്റെ ഒരു ഇത് കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര മോശമാണ്. കാരണം ഈ ഒരു രാജ്യത്ത് നമ്മളെല്ലാവരും നല്ല സൗഹൃദത്തിലും എല്ലാത്തിലും ജീവിക്കുമ്പോൾ ഇതിൽ ഇസ്ലാം ആണ് എന്ന് ശരിയാറിനാണ്ട് നടക്കുക അത് തീരെ ശരിയില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? എല്ലാവരും ഒരുമിച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു സംഘടന, അതിന് വേണ്ടിയിട്ട് നല്ലൊരു രീതിയിൽ നമ്മൾ കൊണ്ടുനടക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്കൊരു ഊർജം കിട്ടുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുള്ളൂ. ദാറുൽ മാരിഫിലെ പഠനം കഴിഞ്ഞു. സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷനും കൗൺസിലിംഗ് ഡിപ്ലോമയൊക്കെ കഴിഞ്ഞു. നിങ്ങൾ കേരളത്തിൽ അറിയപ്പെടുന്ന ബിസിനസ് ടൈക്കോണും ഇന്റർനാഷണൽ മോട്ടിവേറ്ററൊക്കെ ആയിട്ട് ബാംഗ്ലൂരിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയതായിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി ബാംഗ്ലൂർ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തു നിൽക്കുന്ന സമയം രാത്രി 12 മണിയാകുന്ന ഒരു സമയത്ത് പ്ലാറ്റ്ഫോമിന്റെ കുറച്ചപ്പുറത്ത് ഒരു സ്ത്രീയും ഒരു കൈക്കുഞ്ഞും റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിന്നും ട്രാക്കിലേക്ക് ചാടാൻ വേണ്ടി നിൽക്കുന്ന രംഗം, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന രംഗം കാണുന്നു. സമയം രാത്രിയാണ്. പ്ലാറ്റ്ഫോമിൽ ആളുകൾ കുറവാണ്, വെളിച്ചവും കുറവാണ്. എങ്ങനെയാണ് ആ ഒരു രംഗം നിങ്ങൾ ക്ലിയർ ചെയ്യുക? കോൾ ലെറ്റർ ഡി. ആദ്യം തന്നെ ഞാൻ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. എന്നിട്ട് ഒന്നാമതായി ഞാനൊരു മോട്ടിവേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തിൽ അവരോട് പെരുമാറേണ്ടതും അവർക്ക് ഞാൻ മനസ്സിലാക്കി കൊടുക്കേണ്ടതും ആത്മഹത്യ ഒരിക്കലും ഒരു പ്രാധാന്യമല്ല എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അതിലുപരി അവരോട് ജീവിതം ഒന്നേ ഉള്ളൂ, അതിൽ സന്തോഷത്തോടു കൂടെയും ജീവിച്ച്
മരിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ കുഞ്ഞിന്റെ ഭാവി ആലോചിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പാടില്ല. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അതിജീവിക്കുകയാണെങ്കിൽ അതിനെല്ലാം നിങ്ങൾ തരണം ചെയ്ത് ജീവിതം എന്താണെന്ന് മറ്റുള്ളവരിലേക്ക് കാണിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് എന്ന് അവരിൽ ബോധ്യപ്പെടുത്തി കൊടുക്കും. നിങ്ങൾ പ്രബോധന മേഖലയിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ്. വലിയ പഠന ഉദ്യോഗങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ദവാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ജീവിത രീതികളൊക്കെ കണ്ട് നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തായ രാകേഷ് ഇസ്ലാം ആശ്ലേഷിക്കുന്നതിന് വേണ്ടി, ഇസ്ലാം സ്വീകരിക്കുന്നതിന് വേണ്ടി താല്പര്യപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കുടുംബ സാഹചര്യം തീർത്തും ഇപ്പോഴത്തെ അവസ്ഥയിൽ എതിരാണ് താനും. നിങ്ങളെ ഈ രാകേഷിനെ എങ്ങനെ ഇസ്ലാമിന്റെ ഈ വെള്ളി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും? ലെറ്റർ എഫ്. ഞാൻ അദ്ദേഹത്തെ വളരെയധികം സന്തോഷത്തോടുകൂടെ, അതിലുപരി ഏതൊക്കെ പ്രശ്നങ്ങളാണ് അദ്ദേഹത്തെ അലട്ടുന്നതെങ്കിൽ ആ പ്രശ്നത്തിന് ഒന്നൊന്നായി പരിഹാരം കണ്ടുകൊണ്ട് എന്നിൽ കഴിയുന്ന എല്ലാ രൂപത്തിലുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഇസ്ലാമിൻ്റെ നല്ല പാഠങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ സാഹചര്യവും അദ്ദേഹത്തിന് അനുകൂലമാക്കിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തെ വളരെ നിഷ്പ്രയാസമായി ഇസ്ലാമയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. നിങ്ങൾ അവിവാഹിതനാണ്, കോളേജിൽ PG ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. രാത്രി കാലങ്ങളിൽ സ്വിഗ്ഗി പോലെയുള്ള ഓൺലൈൻ ഡെലിവറി സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ഒരു ആള് കൂടെയാണെന്ന് സങ്കല്പിക്കുക. അതോടൊപ്പം തന്നെ മതപഠനം പൂർത്തിയാക്കിയതിന്റെ ശേഷം PG പഠനം നടത്തുന്നതിനിടയിൽ ഇങ്ങനൊരു സാഹചര്യം സ്വയം വരുമാനത്തിന് വേണ്ടി ചെയ്യാൻ ലഭിച്ചപ്പോൾ അതിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരാളാണ് നിങ്ങൾ സങ്കല്പിക്കുക. മതത്തിന്റെ ഓരോ വശങ്ങളും, പ്രത്യേകിച്ച് കർമ്മശാസ്ത്രത്തിന്റെ വിഷയങ്ങൾ, വൃത്തി, ശുചിത്വം എല്ലാം കൃത്യമായി പഠിക്കുകയും ചെയ്ത ഒരാൾ അവിവാഹിതനാണ്. നിങ്ങൾ യാത്ര കഴിഞ്ഞ് അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനിടയിൽ വാഹനമാണ്. യാദൃശ്ചികമായിട്ട് ഒരു പെൺകുട്ടിക്ക് ഈ ലിഫ്റ്റ് കൊടുക്കാൻ ഒരവസരം, തീർത്തും പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് യാത്രക്കാർ ആ പെൺകുട്ടിക്ക് ഒരു അവസരം സീറ്റ് കൊടുക്കേണ്ടി വന്ന നിർബന്ധ സാഹചര്യത്തിൽ നിങ്ങൾ കൊടുക്കുകയാണുണ്ടായത്. യാത്ര മുന്നോട്ട് പോകുന്നതിനിടയിൽ തീർത്തും അപരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ കടകളോ മറ്റു കമ്പോളങ്ങളോ ഇല്ലാത്ത രാത്രിയിലുള്ള ഒരു യാത്രയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ഈ നാട്ടുപ്രദേശങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പെട്ടിക്കടകളൊക്കെ രാത്രി 12 കഴിഞ്ഞാൽ ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. എങ്കിൽ പോലും അത്തരത്തിലുള്ളൊരു സാഹചര്യവുമില്ല. ഈ പെൺകുട്ടിയെ കണ്ടാൽ തന്നെ യാത്ര ഒരുപാട് ചെയ്ത് ക്ഷീണിച്ച ഒരു പെൺകുട്ടിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. സ്വാഭാവികമായും നിങ്ങൾ യാത്ര ചെയ്യുന്നതിനിടയിൽ, മുന്നോട്ട് പോകുന്നതിനിടയിൽ ഈ കുട്ടി ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു പ്രയാസം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അതിന് പരിഹാരമാണ് നിങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കേണ്ടത്. സ്വാഭാവികമായിട്ടും പെൺകുട്ടിക്ക് പങ്കുവെക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള പ്രയാസം, അഥവാ ഈ കുട്ടിക്ക് മെൻസസ് ആകുന്നു, അവിടെ പരിഹാരം ഏതെങ്കിലും രൂപത്തിൽ കണ്ടെത്താൻ കഴിയുന്ന രൂപമുണ്ടെങ്കിൽ ഒരിക്കലും ആ പെൺകുട്ടി പുറത്തേക്കത് പറയില്ല. പക്ഷേ വളരെ ദൗർഭാഗ്യകരമായുള്ള ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ്, നിങ്ങൾ അവിവാഹിതനാണ് എന്ന് ആദ്യത്തിൽ സൂചിപ്പിച്ചു. സ്വാഭാവികമായിട്ടും അവിവാഹിതനായിട്ടുള്ള ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു പോലും ഒരു പക്ഷേ പരിചയം ഉണ്ടാവില്ല. രാത്രി സമയം കൂടെയാണ്. എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ കൈകാര്യം ചെയ്യുക? ഒരു പെൺകുട്ടി എന്ന അർത്ഥത്തിൽ മെൻസസ് ആയ ഒരു പെൺകുട്ടിക്ക് എന്ത് രൂപത്തിലുള്ള സഹായമായിരിക്കും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുക? ലെറ്റർ എ. ഞാൻ ഇങ്ങനെ പോകുന്ന വഴിയിൽ ആദ്യമായി അവിടെ റൂം സൗകര്യമോ അല്ലെങ്കിൽ മറ്റ് അടുത്ത് വീടുകളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും വീടുകളുണ്ട് എങ്കിൽ അവിടെ
പിന്നെ അവിടെയുള്ള സ്ത്രീകളോടോ എല്ലാവരും അവരോട് സംസാരിച്ചുകൊണ്ട് ഈ കുട്ടിക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ എന്നോട് പറയാൻ ആ കുട്ടിക്ക് പ്രയാസമുള്ളത് കൊണ്ട് നിങ്ങളൊന്ന് സംസാരിക്കണം, എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, അത് വേണ്ടത് ചെയ്തു കൊടുക്കണം, എന്നെ കൊണ്ട് കഴിയുന്ന എന്ത് സഹായം വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ ഈ കുട്ടിയെ ആക്കാൻ ഞാൻ ശ്രമിക്കും. അല്ലെങ്കിൽ പിന്നെ അടുത്ത റൂം എടുക്കാനുള്ള ഓപ്ഷൻ, ലോഡ്ജ് സൗകര്യമോ എന്തെങ്കിലും എടുക്കുകയും അവിടെ കുട്ടിക്ക് വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ എന്താ വേണ്ടത് അതിനുള്ള സഹായം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ ഒന്ന് പോയി. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷയിൽ നിങ്ങളുടെ സഹോദരിക്ക് ദേശീയ തലത്തിൽ 2ാം റാങ്കും സംസ്ഥാന തലത്തിൽ 1ാം റാങ്കും ലഭിക്കുന്നു. തൊട്ടടുത്ത ദിവസം കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും കേരളത്തിന് പുറത്തുള്ള ഇന്റർനാഷണൽ മീഡിയാസും ഓൺലൈൻ മാധ്യമങ്ങളും നിങ്ങളുടെ വീട്ടിലേക്ക് സഹോദരിയെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വരുന്നു. നിങ്ങൾ പൂർണ്ണമായും ഒരു മുസ്ലിം പശ്ചാത്തലത്തിലുള്ള സുന്നി കുടുംബമാണ്. എങ്ങനെയാണ് മീഡിയകളെ കൈകാര്യം ചെയ്യുക? കോൾ ലെറ്റർ സി. മീഡിയക്കാരിപ്പോൾ വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ പറയും, ഇപ്പോഴും ഞങ്ങളെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞങ്ങളുടെ പെങ്ങൾക്ക് ഉന്നത സ്ഥാനം വിജയം കിട്ടിയതിൽ ഞങ്ങൾ സന്തോഷവരാണ്. പക്ഷേ നിങ്ങളുടെ സന്തോഷത്തിൽ ഞങ്ങൾ പങ്കുവഹിക്കാൻ അറിയിക്കുന്നില്ല. കാരണം ഞങ്ങളൊരു സുന്നി പ്രവർത്തകരാണ്, സുന്നി ആശയം മുന്നോട്ട് വെക്കുന്നവരാണ്. ഞങ്ങൾക്ക് സ്ത്രീയായാലും പുരുഷന്മാരായാലും അവരുടെ ഔറത്തുകൾ വെളിവാക്കിക്കൊണ്ട് നിങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഔറത്ത് മറച്ച് ക്യാമറയ്ക്ക് മുന്നിൽ വരികയാണെങ്കിലും ഞങ്ങളുടെ പെങ്ങളെന്ന നിലയിൽ അവളെ ഞങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ അങ്ങനെ അർഹിക്കുന്നില്ല. വേണമെങ്കിൽ ഞങ്ങൾ ചോദിച്ചോളൂ, ഞങ്ങളെല്ലാ കാര്യവും മനസ്സിലാക്കിയതാണ്. നിങ്ങൾ കേരളത്തിലെ ഒരു പ്രമുഖ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ സാഹചര്യവും നിങ്ങളുടെ നിലവിലുള്ള ചിട്ടയൊക്കെ കണ്ടിട്ട് നിങ്ങൾ ആകൃഷ്ടനായ ഒരു വിദ്യാർത്ഥി, അദ്ദേഹം നമ്മുടെ സംഘടനയുടെ അനുഭാവി കൂടിയാണ്. അദ്ദേഹം ഒരു ദിവസം അവിചാരിതമായി നിങ്ങളോട് പറയുകയാണ്, നിങ്ങളോട് എനിക്ക് അല്പം പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ചില വൈകാരികമായ സംഭവങ്ങൾ നിങ്ങളോട് പറയുകയാണ്. ഞാൻ എല്ലാ ദിവസവും നമസ്കരിക്കുന്നവനാണ്, നോമ്പെടുക്കുന്നവനാണ്, എൻ്റെ കുടുംബം മുസ്ലിം സാഹചര്യത്തിൽ വളർന്നവരാണ്, എല്ലാം ശരിയാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ വളരെ ഒരു പ്രശ്നം അലട്ടുന്നുണ്ട്. പ്രശ്നം ഇതാണ്, എൻ്റെ കൂടെയുള്ള എൻ്റെ ആൺ സുഹൃത്തുമായി എനിക്ക് സുഹൃത്തെന്ന ബന്ധത്തിലപ്പുറം ഗേ എന്ന ഒരു ബന്ധത്തോട് തോന്നുകയും അവനെ വിവാഹം കഴിച്ചാലോ എന്നുള്ള ആഗ്രഹത്തിൽ പോലും ഞാൻ എത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തെ മറികടക്കാൻ എനിക്കാകുന്നില്ല എന്ന് വൈകാരികമായി നിങ്ങളോട് പറയുമ്പോൾ ആ സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെയാണ് നേരിടുക? ഞാൻ ഉദ്ദേശിക്കുന്നത്, ആ വിദ്യാർത്ഥി സ്വയം താല്പര്യപ്പെട്ട് വരികയാണ്, എനിക്ക് ഈ സാഹചര്യത്തിൽ നിന്ന് അതിൽ നിന്ന് പിന്മാറി മുന്നോട്ട് വരണം, പക്ഷേ മാനസികമായി അവൻ പ്രയാസത്തിലാണ് താനും. എങ്ങനെ നേരിടും? ലെറ്റർ ഇ. അൽഹംദുലില്ലാ, നിങ്ങളെ ഈ ചോദ്യം എൻ്റെ അടുത്തേക്ക് തന്നെ വന്നല്ലോ, അതിലെനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാന് കുറെ വർഷം മതഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുകയും ആ ചിട്ടയിലൂടെ വളർന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ്. എന്റെ ഒരു കാഴ്ചപ്പാട് ഇത് ഒരു താൽക്കാലികമായിട്ടുള്ള നിങ്ങളുടെ ഒരു വികാരം മാത്രമാണ്.
കേവലം നിങ്ങൾക്ക് ഇപ്പോൾ അവനോടൊരു സുഹൃത്ത് ബന്ധത്തിന് പുലരി ഒരു വല്ലാത്തൊരു സ്നേഹം അവനോട് തോന്നുന്നത് പക്ഷേ നിങ്ങൾക്ക് അവന്റെ പ്രവൃത്തികളോ അല്ലെങ്കിൽ അവനിൽ നിന്ന് കിട്ടുന്ന കയറ് അതുപോലെ തന്നെ ആയിരിക്കാം. പക്ഷേ നമ്മളെല്ലാവരും മുസ്ലിമുകളാണല്ലോ. മുസ്ലിമായ നമുക്ക് അള്ളാഹു അവന്റെ റസൂലും പഠിപ്പിച്ച രീതിയിലാണ് അവിടെ നമ്മൾ പഠിച്ചത് ഒരു ആണും പെണ്ണും വിവാഹിതനാവുകയാണ് എന്നുള്ളതാണ്. മറിച്ച് പെണ്ണും ആണ് വിവാഹിതരാകുന്നൊരു വിഷയം ഇസ്ലാമിൽ എവിടെ നമുക്ക് കാണാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഈ ഒരു തീരുമാനം എന്നുള്ളത് നമുക്ക് നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ തീരാവുന്നതേ ഉള്ളൂ. കേവലം ഇതെല്ലാം ഒരു പെട്ടെന്നുണ്ടാവുന്നത് ആണെങ്കിലും ഇത് നമുക്ക് പിന്നീട് ഖേദിക്കേണ്ടി വരുന്നൊരു പ്രശ്നം കൂടിയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ കുട്ടിയെയും കാണണം. ദാറുൽ മാരിഫിലെ പഠനം കഴിഞ്ഞ് കേരളത്തിൽ അറിയപ്പെട്ട ഒരു ദഅവ കോളേജിലെ പ്രിൻസിപ്പളായിട്ട് നിങ്ങൾ ചാർജ് എടുത്തേക്കുന്നു. 10ാം ക്ലാസ് പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ ഒരു കുട്ടി, ആ കുട്ടിക്ക് ദഅവ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നു. പക്ഷെ കുട്ടിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഫുട്ബോളിനോട് അമിതമായി താല്പര്യമുള്ള ഒരു കുട്ടിയാണ്. സ്വാഭാവികമായും പള്ളിയിലേക്ക് പോകുമ്പോഴും ക്യാൻറ്റീനിലേക്ക് പോകുമ്പോൾ പന്ത് തട്ടുക അങ്ങനെയൊക്കെയുള്ളൊരു ഫുട്ബോളിനോട് താല്പര്യമുള്ള സ്വഭാവങ്ങൾ ആക്ഷൻ കാണിച്ചിട്ട് പോകാറുള്ളൂ. അങ്ങനെ മൈൻഡുള്ളൊരു കുട്ടിയാണ്. തൊട്ടടുത്ത ലീവിന് അവൻ വീട്ടിൽ പോയ സമയം നാട്ടിലുള്ള ക്ലബിലെ ഭാരവാഹികൾ അവനെ സമീപിക്കുകയും അവന്റെ ഫുട്ബോളിലുള്ള കഴിവ് മനസ്സിലാക്കി മലപ്പുറം ജില്ലയിലെ അണ്ടർ 70 ഫുട്ബോൾ മത്സരത്തിലേക്ക് അവനെ സെലക്ട് ചെയ്യുകയും ചെയ്തു. പിന്നീട് അവൻ സ്ഥാപനത്തിലേക്ക് തിരിച്ച് വന്നില്ല. എങ്ങനെയാണ് അവനെ സ്ഥാപനത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക? കോലട്ടർ ഞാൻ ആദ്യമായിട്ട് അവൻ്റെ വീട്ടിൽ പോയി അവനെ കാണും. എന്നിട്ട് അവനോട് സംസാരിക്കും. മോനെ ഇത്ര നല്ല പഠിക്കാനൊക്കെ ഉഷാറുള്ള മോനാണല്ലോ, മോന് കളിക്കാൻ ഫുട്ബോളിന്റെ താല്പര്യമുണ്ട്, ശരിയാണ്, നമുക്ക് അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുക്കാം. എന്നാലും ഈ പഠിക്കുക എന്നുള്ള ഇതിനെ ഒരിക്കലും കളയരുത്. കാരണം ഇത് നമ്മുടെ ഭാവിയിൽ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യമാണ്. കാരണം നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പം ഒരുപാട് മുത്തല്ലിമീങ്ങൾ തന്നെ പഠിക്കുന്നതോടൊപ്പം അവര് കായികമായിട്ടും അല്ല മറ്റു രൂപത്തിലെല്ലാം അവർ നേടേണ്ട എല്ലാം നേടുന്നുണ്ട്. അപ്പം ഒരിക്കലും പഠനം നിനക്കിതൊരു തടസ്സമല്ല. അപ്പൊ നിനക്ക് പഠിക്കാനും അതിൻ്റെ ഇടക്ക് നിനക്ക് ഇപ്പൊ ഇതിന് പോകണമെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം, അതിനുള്ള സൗകര്യമൊക്കെ ഒരുക്കി തരാം. മോൻ എങ്ങനെയെങ്കിലും എന്തായാലും കോളേജിലേക്ക് വരൂ, നല്ലോണം പഠിക്കണം. അങ്ങനെ നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട്. ഈ ഇതിൽ കായികം ഇത് നേടുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇൽമും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അതിൽ ഒരുപാട് ഉപകാരങ്ങൾ നമുക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. നിശബ്ദതയുടെ സംഗീതം അല്ലെങ്കിൽ സൗന്ദര്യം എന്നുള്ളതാണല്ലോ നമ്മളെ തീം. ഇതിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ലാത്ത ആരുമില്ലല്ലോ. ഉണ്ടാകും. ഉസ്താദിന് കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ലേ? അപ്പോൾ ഏതൊരു സാമൂഹിക ജീവിതത്തിൽ ഉൾക്കൊണ്ട് നിൽക്കുന്ന ഏതൊരാൾക്കും ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു ഇണ ഉണ്ടാകുക എന്നുള്ളതൊക്കെ ഹലാലായ മാർഗത്തിൽ. ഇവിടുത്തെ പഠനം കഴിഞ്ഞു, നല്ലൊരു അനുയോജ്യമായിട്ടുള്ള വിവാഹം നിങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെ വിവാഹത്തിന് ശേഷം നിങ്ങളോട് കൂടെ ഉള്ള നിങ്ങളുടെ ഭാര്യ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം പ്രകടിപ്പിക്കുന്ന സ്വഭാവമല്ല മറ്റൊരു സമയത്ത് പ്രകടിപ്പിക്കുന്നു. നമ്മളുടെ പ്രതീക്ഷകളുടെ അപ്പുറത്തുള്ള മറ്റൊരു വൈജാത്യമായിട്ടുള്ള സ്വഭാവ പ്രകടനങ്ങൾ കടന്നു വരുന്നു. നമ്മളൊക്കെ ആദ്യം സ്വപ്നം കാണുന്ന ആനെ സുസുക്കി, ആനെ ബഹാർ, ആ പാട്ടൊക്കെ അപ്രസക്തമാകുന്നൊരു ഘട്ടം വരികയാണെന്നൊക്കെ. നമ്മൾ ക്ഷമയുടെ അങ്ങേ അറ്റം പോകേണ്ടവരാണ് എന്ന് പഠിച്ച ഒരു ചാപ്റ്ററാണ് വിവാഹ ജീവിതം. രാത്രി എന്ത് പറയുമ്പോഴും അല്ലെങ്കിൽ പകൽ എന്ത് പറയുമ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഭാര്യ മറ്റൊരു സമയത്ത് നല്ല സ്നേഹം പ്രകടിപ്പിക്കുന്നു.
എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ഈ വിവാഹം ശരിയായ ഘട്ടം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു നിലക്കും പെണ്ണ് കിട്ടാത്തൊരവസ്ഥയിൽ നിന്ന് ബുദ്ധിമുട്ടിയ അവസാനം നമുക്ക് ശരിയായ ഒരു കല്യാണാലോചനയാണെന്ന് വെക്കാം. കുടുംബം നിർബന്ധിപ്പിക്കുകയാണ്, ഈ ബന്ധന ആവശ്യമില്ല. പക്ഷെ നമുക്കറിയാം ആ പെൺകുട്ടിയെ വേണ്ട രൂപത്തിൽ പരിഗണിച്ച് മറ്റെന്തെങ്കിലും രൂപത്തിലൊക്കെ പരിഗണന നൽകിയാൽ ലഭിക്കും എന്നറിയുമെങ്കിലും കുടുംബത്തിന്റെ വളരെ നിർബന്ധം, ഉപ്പയും ഉമ്മയും പറയുന്നു വേണ്ട. മാനസികമായി സംഘർഷത്തിലായ നമ്മൾ ആ പെൺകുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഏത് രൂപത്തിലായിരിക്കും ആ വിഷയത്തിൽ അവസാന തീരുമാനം എന്ന രൂപത്തിൽ നമ്മൾ തീരുമാനം പറയുക. കോൾ ലെറ്റർ സി. ഞാൻ അമ്മയോട് പറയും, ഇപ്പം ഞാനിപ്പോൾ അവളെ ഒഴിവാക്കിയാൽ ഓൾക്ക് തോന്നിയാർക്ക് അവസ്ഥയ്ക്ക് പോകും. അപ്പോൾ നമ്മളിപ്പോൾ ഇത്ര മെനക്കെട്ട് കാണ്ട് നമ്മൾ പണ്ട് മാറൊക്കെ കൊടുത്താണ്ട് ഇങ്ങോട്ട് വാങ്ങി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഓലിപ്പോൾ നമ്മളിപ്പോൾ ഒഴിവാക്കിയാലിപ്പോൾ ഒരു തെറ്റിലേക്കായിരിക്കും അവരുടെ ചിന്തകളൊക്കെ മാറിപ്പോകും. ഇപ്പോൾ നാട്ടിലെ കാൽനീരെ അല്ലെങ്കിൽ വലിയ പ്രമുഖ ഉസ്താദന്മാരാരെങ്കിലും കാര്യം ഒന്ന് പറഞ്ഞെടുക്കും. അപ്പോൾ ഉസ്താദിൻ്റെ തീരുമാനം പോലെ നമുക്കും ഉസ്താദിന് ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്. നമ്മളിപ്പോൾ പെരക്കാരെ ഒരുപാട് ഒഴിവാക്കാൻ നോക്കുന്നു. പക്ഷേ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരാളെ ഭാര്യയാണെങ്കിൽ നമ്മളിപ്പോൾ എൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ ഞാൻ ഒഴിവാക്കിയാൽ തെറ്റിലേക്ക് പോയി തുടങ്ങുന്നത്. ഇപ്പം നമ്മളെ കാര്യം അവസാനത്തിലായിട്ട് വേറെ തെറ്റിലേക്ക് തുടങ്ങുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും നന്നാക്കിയാൽ ഇപ്പോൾ ഒരാളെ ഇസ്ലാമിൽ ഇപ്പോൾ നന്നാക്കാന്നാണ് ഏറ്റവും വലിയ കാര്യം. എത്ര പോലെ പഠിച്ച് പറഞ്ഞെടുക്കുകയാണെങ്കിലും നമ്മൾ കാരണം ഒരാളിപ്പോൾ നല്ല നിലയിലേക്കാണ് നല്ലത് പറഞ്ഞെടുത്താണ് നന്നാവാന്നാണ് ഏറ്റവും നല്ല കാര്യം. അതിന് പറ്റിയ ഉസ്താദ് ഇന്നിപ്പോൾ മന്ത്രിച്ചിട്ടാണെങ്കിലും ഇപ്പോൾ ഏലസം കിട്ടിയാണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കയ്യിന് പരമാവധി എൻ്റെ കൈ തന്നെ ഒതുക്കാനുള്ള ശ്രമം നോക്കണം. നിങ്ങളുടെ ഭാര്യ പഠനം കഴിഞ്ഞ് ഏകദേശം പഠനം കഴിഞ്ഞില്ല, പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവസാന വർഷ സെമസ്റ്റർ എക്സാമിന് വേണ്ടി യൂണിവേഴ്സിറ്റിയുടെ നിശ്ചിത ക്യാമ്പസിൽ പോയ സമയത്ത് ഹിജാബ് ധരിച്ച നിങ്ങളുടെ ഭാര്യയോട് ഹിജാബ് ഊരിവെക്കാനും എന്നാൽ മാത്രമേ പരീക്ഷ എഴുതാൻ സമ്മതിക്കുള്ളൂ എന്ന് മാനേജ്മെന്റ് പറയുന്നു. ഈ വിവരം ഭർത്താവായ നിങ്ങളെ ഭാര്യ അറിയിക്കുന്നു. നിങ്ങൾ ആ സമയത്ത് എടുക്കുന്ന തീരുമാനം എന്താണ്? കോൾ ലെറ്റർ എഫ്. ഞാനത് ആ ലാസ്റ്റ് ഇയർ പരീക്ഷ ഓൺലൈൻ വഴിക്കോ അല്ലെങ്കിൽ മറ്റു വഴിക്കോ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നോക്കും. അതല്ല മറിച്ച് അവിടെ പോയിട്ട് തന്നെ അത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ അവിടുത്തെ മാനേജ്മെൻറ്റുമായി ഒന്ന് സംസാരിക്കും. ലാസ്റ്റ് വർഷമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പരമാവധി സംസാരിക്കും. എന്നിട്ടും ഒരു രൂപത്തിലും അവരതിന് ഒതുങ്ങുന്നില്ല എങ്കിൽ ഞാൻ ആ പഠനത്തോട് യോജിപ്പില്ല, അല്ലെങ്കിൽ അത് ഇനി നമുക്ക് വേണ്ട, നമുക്ക് മറ്റൊരു രൂപത്തിലോ അല്ലെങ്കിൽ മറ്റൊരു സമയത്തോ അത് തിരിച്ചെടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഭാര്യയെ സമാധാനിപ്പിക്കും. നിങ്ങൾ ഒരു വലിയ ഭൗതിക ക്യാമ്പസിലെ അധ്യാപകനാണ്. ക്ലാസ്സിലെ ഇൻട്രാക്റ്റീവ് സെക്ഷനിൽ ഒരു വിദ്യാർത്ഥി എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്ന ചോദ്യം ഒരു മുസ്ലിം വിദ്യാർത്ഥിയാണ്. പേഴ്സണലായി നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ സംഘടനാ പ്രവർത്തകന്റെ മകനാണ്. നിങ്ങൾ ആ ക്ലാസ് റൂമിലെ അധ്യാപകനാണ്.
ചോദ്യം, നിങ്ങൾ ബയോളജി ക്ലാസ്സാണ്. നിങ്ങൾ ഈ പറയുന്ന ഈ മനുഷ്യോൽപത്തി ശാസ്ത്രം, ഈ ശാസ്ത്രത്തിന്റെ, ഈ സയൻസിന്റെ ഉത്ഭവം നിങ്ങളുടെ മതത്തിൽ പറയുന്നത് ആദം ഹവ്വയെ സൃഷ്ടിച്ചു, അതിൽ നിന്നാണല്ലോ. പക്ഷേ ബയോളജിയിൽ അത് വ്യതിരിക്തമായി കാണും. ഭൗതിക ക്യാമ്പസാണ്. ചോദ്യം ക്ലാസ് റൂമിലാണ്. പല മതസ്ഥരുണ്ട്, സ്വതന്ത്ര ചിന്തകരുണ്ട്, മതമുള്ളവരും മതമില്ലാത്തവരൊക്കെ ക്ലാസ് റൂമിലുള്ള സമയത്താണ് ചോദിക്കുന്നത്. ചോദിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നമ്മുടെ സംഘടനാ പ്രവർത്തകന്റെ മകനാണ് താൻ. ലെറ്റർ ഡി. ചോദ്യം ക്ലിയർ അല്ലേ? നിങ്ങൾ ഒരു ഭൗതിക ക്യാമ്പസിലെ അധ്യാപകനാണ്. നിങ്ങൾ ഒരു ബയോളജി അധ്യാപകനാണ്. നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു മുസ്ലിം വിദ്യാർത്ഥി, നിങ്ങളുടെ സംഘടനാ പ്രവർത്തകന്റെ മകനായ ഒരു മുസ്ലിം വിദ്യാർത്ഥി യുക്തിവാദപരമായ ഒരു ചോദ്യം, അഥവാ നിങ്ങൾ ബയോളജിയിൽ പഠിപ്പിക്കുന്നത് മനുഷ്യൻ കുരങ്ങിൽ നിന്നും മറ്റും ഒക്കെ സംസാരിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇന്ററാക്റ്റീവ് സെക്ഷൻ അഥവാ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവില്ല കുട്ടികൾക്ക്. ഈ സമയത്ത് വിദ്യാർത്ഥി ചോദിക്കുകയാണ്, നമ്മുടെ മതത്തിൽ പറയുന്നത് ഇങ്ങനെയാണല്ലോ, ആദം ഹവ്വയെ സൃഷ്ടിച്ചു, അതിൽ നിന്നാണ് നമ്മുടെ പരമ്പര ഉണ്ടായതെന്ന് പറയുന്നു. അള്ളാഹുവാണ് ആദം നബി സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നു. പക്ഷേ ബയോളജിയിൽ സയൻസ് പറയുന്നത് അതിന് വൈരുദ്ധ്യമായിട്ടും. ഇതെങ്ങനെ രണ്ടും മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ചോദിക്കുന്നു. ഈ ചോദ്യത്തെ എങ്ങനെ നേരിടും? ഒന്നാമതായി ഞാൻ അവിടെ ഒരു ബയോളജി ക്ലാസ് എടുക്കുന്ന ഒരു സാറാണ്. അതിലുപരി ആദ്യം വിദ്യാർത്ഥികളെ മനസ്സിലാക്കി ഓരോ വിദ്യാർത്ഥികൾക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാകും. ഇപ്പോൾ ഈ വിദ്യാർത്ഥി ചോദിച്ചത് തന്നെ ആദം നബി അവിടുന്ന് നമുക്ക് വന്ന പരമ്പരയെ കുറിച്ചാണ്. മറിച്ച് ബയോളജി ക്ലാസ്സിൽ കുരങ്ങിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നതുമാണ് ഇവിടെ ചോദിച്ചത്. എന്നാൽ നമുക്കറിയാം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാരമ്പര്യ വഴിയാണോ മുസ്ലിം സമുദായം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വല്ല ചിന്താഗതിയും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ആ കുട്ടി അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് ആദ്യം തന്നെ ആ കുട്ടിയോട് ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്ലാസ് ഇവിടെ നടക്കുന്നത് ഈ രീതിയിലാണ് നമുക്ക് തന്നിട്ടുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ മനസ്സിലാക്കി കൊടുക്കും. ഇനി 2-3 ആളുകൾ കൂടെയുള്ളൂ മൂന്നാമത്തെ റൗണ്ടിൽ ബാക്കിയുള്ളത്. ബന്ധങ്ങളുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള മനസ്സിലാക്കലുകളാണ്. പ്രത്യേകിച്ച് ഗുരു ശിഷ്യ ബന്ധം എന്ന് പറഞ്ഞാൽ കേവലം ഒരു പാഠപുസ്തകം പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ അപ്പുറത്ത് മാനസികമായിട്ടുണ്ടാകുന്ന ഒരു ബന്ധത്തിനാണ് ഗുരു ശിഷ്യ ബന്ധം എന്നൊക്കെ നിർവചനം പറയുന്നത്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അനേകം ഗുരുനാഥന്മാരെ ഏറ്റവും കടപ്പാടോടുകൂടി നമ്മൾ ഓർക്കുകയും ഇന്നും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുന്ന ബഹുവന്യരായിട്ടുള്ള ഒരുപാട് ഗുരുനാഥന്മാർ നമുക്കുണ്ട്. അവരുള്ളത് കൊണ്ടാണ് നമ്മൾ വളർന്നതും ആ തണലുകളിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നതൊക്കെ. അപ്പം നിങ്ങൾ നല്ല ഒരു അധ്യാപകനായി മാറി, കേരളത്തിലെ തന്നെ അറിയപ്പെട്ട അധ്യാപകനായി മാറി, ഒരു സാധാരണ പ്രൊഫഷണൽ കോളേജിൽ അധ്യാപകനായി ജോയിൻ ചെയ്യുന്നു. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ ആ ക്യാമ്പസിലെ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ട ഒരു അധ്യാപകനായി മാറുകയാണ്. പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കൊക്കെ ഒരു യൂത്ത് സാർ എന്നൊക്കെ അങ്ങനെ അഭിപ്രായപ്പെടാൻ കഴിയുന്ന രൂപത്തിൽ നിങ്ങൾ മാറുകയും ആ ആൺകുട്ടികളുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്തൊരു സാഹചര്യം. ആ സാഹചര്യത്തിൽ നിങ്ങൾ ഒരു പള്ളിയിലെ ഖത്തീബ് കൂടെയാണ് എന്ന കാര്യം കൂടെ നിങ്ങൾ ഓർമ്മയിലുണ്ടായിരിക്കട്ടെ. നല്ലൊരു വിദ്യാർത്ഥി
ആ വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില സ്വഭാവ വൈകൃതങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും ആ വിദ്യാർത്ഥിയെ നിങ്ങൾ ആക്ഷേപിക്കുകയും രഹസ്യമായിട്ട് തന്നെ ആക്ഷേപിക്കുകയും ആ കുട്ടി നിർഭാഗ്യവശാൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നമ്മൾ പഠിപ്പിക്കുന്ന, നമ്മൾ വളർത്തുന്ന ഒരു വിദ്യാർത്ഥി മരണപ്പെടുക എന്നുള്ളത് വളരെ പ്രയാസം സൃഷ്ടിക്കുന്ന കാര്യമാണ്. ഈ കുട്ടി മരിക്കുന്ന സമയത്ത് എൻ്റെ മരണത്തിന്റെ ഉത്തരവാദി എൻ്റെ സാറാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതി പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങൾ ജോലി ചെയ്യുന്ന പള്ളിയിൽ ആ മഹലിൽ പഠിക്കുന്ന കുട്ടിയാണ് ഈ കുട്ടി, നിങ്ങൾ അവിടുത്തെ ഖത്തീബുമാണ്. ആ കുട്ടിയുടെ മയ്യത്ത് കൊണ്ടുവരുന്ന രംഗം അത്രയധികം വേദന നിറഞ്ഞ രംഗമായിരിക്കാം. സ്വാഭാവികമായിട്ടും അധ്യാപകനെതിരെ ഇങ്ങനൊരു പോസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ജനത്തിന്റെ എല്ലാവിധ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളും നമ്മൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. പക്ഷേ എങ്കിലും ആ കുട്ടി ചെയ്ത തെറ്റെന്താണെന്നോ ആ കുട്ടി ഏത് സാഹചര്യത്തിലാണോ നിങ്ങൾ ഉപദേശിച്ചതോ എന്ന് ഒരിക്കലും സമൂഹത്തിന് മുൻപിൽ വ്യക്തമാക്കാനും കഴിയാത്തൊരു സാഹചര്യം. സ്വാഭാവികമായിട്ടും മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുവെക്കുന്നു. ഉപ്പ മയ്യത്ത് നിസ്കരിക്കുന്നതിന് മുൻപ് പറയുന്നു, എൻ്റെ മകന് ഞാൻ മയ്യത്ത് നിസ്കരിക്കുന്നില്ല, മറിച്ച് എൻ്റെ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ സാറിനെയാണ്, എൻ്റെ ഉസ്താദിനെയാണ്, എൻ്റെ ഉസ്താദ് മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കുമെന്ന് പറയുന്ന ഘട്ടത്തിൽ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നും കേൾക്കുന്ന അമ്മ ഇല്ലാരെന്തിനാ നിർത്തുന്നത്, അയാൾ കാരണമല്ലേ കുട്ടി മരിച്ചത് എന്ന രൂപത്തിലുള്ള പല ആക്ഷേപങ്ങൾ കേൾക്കുന്നു. വാർത്താ ചാനലുകൾക്ക് നിറഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിൽ മയ്യത്ത് നിസ്കാരത്തിന്റെ തൊട്ടു മുൻപ് എന്താണ് അവിടെ തടിച്ചുകൂടിയ സമൂഹത്തിനോട് നിങ്ങൾക്ക് ചുരുങ്ങിയ സമയം, കാരണം മയ്യത്ത് നിസ്കാരത്തിന്റെ മുൻപ് 1 മിനിറ്റ് ആയിരിക്കും കൂടുതൽ കൂടിയാൽ കിട്ടുക, ഒരിക്കലും വൈകാരികമായിട്ട് സംസാരിക്കാനുള്ള അവസരമില്ല. കൂടുതൽ സംസാരിച്ചാൽ ആ സമൂഹം അവിടെ ഇടപെടും, പ്രശ്നമാണ്. നമ്മൾ ഒരേ സമയം പ്രതിയും വാദിയും നീതിയുടെയും ഇടയിൽ നിൽക്കുന്ന മനുഷ്യനായിരിക്കുമ്പോൾ എന്താണ്, ആ ഉപ്പയുണ്ട്, ആ മരിച്ചു കിടക്കുന്ന മോനുണ്ട്, സമൂഹമുണ്ട്, അവൻ്റെ കൂട്ടുകാരുണ്ട്, സ്വന്തം മനസാക്ഷി എന്ന മറ്റൊരു പ്രതിഭാഗവുമുണ്ട്. എന്താണ് നിങ്ങൾ ആ സമൂഹത്തിനോട് സംസാരിക്കുക? അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ടവരെ, ഞാന് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് എന്തവസ്ഥയിലാണെന്നുള്ളത് എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് ഞാനിവിടെ പ്രതിയായത് എന്നുള്ള ചർച്ചകളെല്ലാം നമുക്ക് ഒരു നിലക്ക് കാണാം. പക്ഷേ ഈ മകന്റെ ഉപ്പ എന്നോട് പറയുന്നത് നിങ്ങള് എന്റെ മോന് ഇമാമ് നിൽക്കണം എന്നാണ്. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും വൈകാരികത എനിക്ക് മനസ്സിലാകും. ഈ ഉപ്പാന്റെ ഒറ്റക്കൊരു തീരുമാനം മാത്രം മാനിച്ചുകൊണ്ട് ഞാനിവിടെ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കൂല. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഞാന് ഇമാമ് നിൽക്കാം, അതല്ലെങ്കിൽ മറ്റുള്ള അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ടവര് ഇമാമ് നിൽക്കട്ടെ. ഞാൻ എന്താണ് ആ വിദ്യാർത്ഥിക്ക് എങ്ങനെയായിരുന്നു എന്നുള്ള നിങ്ങളെക്കായി നന്നായിട്ട് ആ ഉപ്പാക്കറിയാം. അതുകൊണ്ടാണ് ആ ഉപ്പ എന്നെ ഏൽപ്പിച്ചത്. ഞാനിവിടെ തെറ്റുകാരനാണോ അതല്ലെങ്കിൽ നിരപരാധിയാണോ എന്നുള്ള നിങ്ങളെ വൈകാതെ തന്നെ തിരിച്ചറിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവസാന റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. സ്ഥാപനത്തിൽ നിന്ന് കേരളത്തിന്റെ പുറത്തുള്ള അജ്മീറിലേക്കും ആഗ്രയിലേക്കും ഡൽഹി, ബോംബെ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ സിയാറത്ത് പോവുകയാണ്. സ്വാഭാവികമായും ട്രെയിനിലായിരിക്കും യാത്ര. കേരളം വിട്ടുകഴിഞ്ഞാൽ ട്രെയിനിന്റെ അവസ്ഥ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. യാത്ര ട്രെയിനിലായതുകൊണ്ട് തന്നെ വെള്ളവസ്ത്രം അഴുക്കാകണ്ട എന്ന് വിചാരിച്ച കാഷ്വൽ ഡ്രസ്സാണ് ധരിച്ചിട്ടുള്ളത്. ഏകദേശം ട്രെയിനിന്റെ മുകൾ ബർത്തിൽ ക്ഷീണം കാരണം നിങ്ങളിങ്ങനെ പാതി ഉറക്കത്തിലേക്ക് പോയ സമയത്ത് ആരോ ഒരാൾ നിങ്ങളുടെ കൈകളും ശരീരഭാഗങ്ങളൊക്കെ സ്പർശിക്കുന്നത് നിങ്ങൾ കാണുന്നു. കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ അതൊരു ഹിജടയായിരുന്നു, ഒരു നപുംസകയായിരുന്നു. 3ാം ലിംഗം എന്ന് പറയും. പണത്തിന് വേണ്ടി കേരളത്തിന്റെ പുറത്ത് പൊതുവെ കണ്ടുവരുന്ന രീതിയാണ് പണം ചോദിച്ച് കൈയൊക്കെ കൊട്ടിയിട്ട് നമ്മളെടുത്ത് നിന്ന് കാശിന് വേണ്ടി വരുന്നത്. പക്ഷെ നിങ്ങൾ എത്ര വിളിച്ചിട്ടും നിങ്ങൾ ഉണരുന്നില്ല, നിങ്ങൾ ഉറക്കം നടിച്ച് കിടക്കുകയാണ്. പെട്ടെന്ന് നിങ്ങൾ എഴുന്നേറ്റ സമയത്ത് നിങ്ങളുടെ കാല് ആ സ്ത്രീയുടെ മുഖത്ത് തട്ടി ഒരു സീനോടെ ഡാർക്കായി എന്ന് വേണമെങ്കിൽ പറയാം.
എങ്ങനെയാണ് ആ രംഗം നിങ്ങൾ സോൾവ് ചെയ്യും? കോൾ ലെറ്റർ ബിനോടാണ്. സോറി, ഞാൻ ഉറങ്ങി, നിങ്ങളെ കണ്ടിട്ടില്ല. ഈ ഒരു അവസരത്തിൽ എനിക്ക് എന്താ പറയണ്ടേ അറിയില്ല. ഞാൻ പെട്ടെന്ന് ഉറങ്ങിയതിൻ്റെ കാരണത്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ? അങ്ങനെ സ്ത്രീ അതിനോട് ആ പെണ്ണിനോട് ഇങ്ങനെ പറയാൻ അപ്പം ഓള് പറയുകയാണെങ്കിൽ എനിക്ക് ക്യാഷ് വേണമെന്ന് പറഞ്ഞാൽ അതിനുള്ള ക്യാഷ് ഞാൻ എടുത്തു കൊടുത്തിട്ട് ഇതിൽ ഇത്ര ഈ പൈസ എൻ്റെ കയ്യിൽ നിന്നുള്ള എടുത്തു കൊടുത്ത ആളെ സമാധിപ്പിച്ചാണ്ട് ഞാൻ ഓളെ അവിടുന്ന് സ്ഥലം കാലിയാക്കും, അവിടുന്ന് വേഗം മാറ്റി നിർത്തും. എന്നിട്ട് ഞാൻ അവിടുന്ന് എല്ലാം ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ വേറെ റൂട്ട് എടുത്ത് ഞാൻ അവിടുന്ന് പോകും. അപ്പോൾ ഏകദേശം എല്ലാവരോടും 3 ചോദ്യം വീതം ചോദിച്ചു. നമ്മളിവിടെ പല സ്ഥാപനങ്ങളിലും പരിപാടിക്ക് ഇങ്ങനെ പോകാറുണ്ട്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ടൊരു സെഷനാണ് ജസ്റ്റ് എ മിനിറ്റ് അല്ലെങ്കിൽ സ്പോട്ട് എന്നൊക്കെ ചില സ്ഥാപനങ്ങൾ പറയും. അപ്പോൾ ഒരു ചോദ്യം പലയിടത്തും ചോദിക്കാറുള്ളത്, ഇവിടെ 3 ചോദ്യം ഒരാളോട് ചോദിക്കണം എന്ന് പറഞ്ഞു. ഏറ്റവും ടഫായിട്ടുള്ള ചോദ്യങ്ങളാണ്. മൊത്തത്തിൽ 18ഓളം ചോദ്യങ്ങൾ, മൊത്തം 18 ചോദ്യം എല്ലാവരോടും കൂടി ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്, പ്രത്യേകിച്ച് ഓഡിയൻസിനെ അറിയിക്കുകയാണ്. അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ബന്ധപ്പെടാവുന്ന ഒരു സാഹചര്യം എന്തായാലും ഇവിടെ ചോദിച്ചിട്ടുണ്ടാകും. പക്ഷെ അതിൽ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, ഒരാൾ പോലും മൈക്ക് എടുത്തിട്ട് മിണ്ടാതിരുന്നിട്ടില്ല എന്നുള്ള ഒരു വളരെ സന്തോഷകരമായ ഒരു കാര്യം കൂടി നിങ്ങളാണ് അറിയിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു മറുപടി പറയാൻ കഴിയുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഇത്രയും വലിയ സദസ്സിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ തീവ്രതയും അതിന്റെ ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞിട്ട് പോലും എങ്ങനെയെങ്കിലും പ്രതികരിക്കാൻ എല്ലാവരും തയ്യാറായി എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുകയാണ്. ഒന്നിനൊന്ന് മറുപടികൾ വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ചോദ്യത്തിന് പ്രയാസമാണെങ്കിൽ മറ്റൊരു ചോദ്യത്തെ ഓവർകം ചെയ്തിട്ട് നല്ല ആൻസറുകൾ വന്നിട്ടുണ്ട്. എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും.